ഹായ് ഓൾ. ഒരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് കുറച്ച് നാളായില്ലേ. ഇതിപ്പോൾ ഒരു സൺഡേ ഫുൾ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അത് പറ്റിയില്ല. കുറച്ച് നാളായിട്ട് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് സൺഡേ ഫുൾ എടുക്കണമെന്ന്. പക്ഷേ പറ്റുന്നില്ല. ഇതും പകുതി വെച്ച് ഡ്രോപ്പായി. അപ്പോൾ ഇതിപ്പോൾ തലേദിവസത്തെയാണ് കേട്ടോ. അതായത് സാറ്റർഡേ നമ്മൾ സൺഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്. എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല. ചില ദിവസങ്ങളിൽ അതിന് സമയമുള്ള ദിവസങ്ങളിൽ അതായത് ഞായറാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇറച്ചിയും സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് വരാറാണ്. അപ്പം ഇതിപ്പോൾ ഇറച്ചി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ബാക്കി പച്ചക്കറികളും ഉള്ളിയൊക്കെ വാങ്ങാനായിട്ട് പോകാൻ. അതിന് ഞാനും അച്ചാച്ചനും കൂടെ പോയി കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറിക്കുള്ള ബീഫും പിന്നെ നമ്മൾ ഞായറാഴ്ച രാവിലെ സ്റ്റൂ ആണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റൂവിനായിട്ട് കുറച്ച് എല്ലും കൊഴുപ്പും കരളും എല്ലാം കൂടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് നിറയ്ക്കുന്നത് നമ്മുടെ ഉച്ചത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ സ്റ്റൂവിനുള്ള ചിക്കൻ, അതായത് ചിക്കനല്ല ബീഫിൻ്റെ ബോണും അതിൻ്റെ കൊഴുപ്പൊക്കെ കൂടെ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പും വിനാഗിരി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ബീ നിലവറ കാലിയാണ്. ഇതിന് സ്റ്റോക്ക് ഫുള്ളാക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയത്. അത് പോയിട്ട് വന്നു. ഇത് പിറ്റേന്ന് രാവിലെയാണ്. ഞങ്ങളുടെ താറാവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവർ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പം രാവിലെ സ്റ്റൂവിന് ബ്രെഡാണ് കേട്ടോ. അപ്പമാണ് നോർമലി ഉണ്ടാക്കാറ്. അപ്പത്തിന് ആട്ടയുടെ അകത്തുകൊണ്ട് ബ്രെഡ് വാങ്ങി. അങ്ങനെ ബ്രെഡ് റെഡിയാക്കി. നമ്മുടെ ബീഫ് വെന്ത് അവിടെ സെറ്റായിട്ടിരിക്കുവാണ്. അപ്പം അതിന് ശേഷം ഞാൻ ഇപ്പം കട്ടനാണ് കേട്ടോ. അച്ചാച്ചൻ കുടിക്കാതെ ചായ കുടി നിർത്തി കട്ടനാക്കി. കട്ടൻ ഇഞ്ചിയും ഒക്കെ ഇട്ട കട്ടൻ ചായയാണ് ഇപ്പോൾ രാവിലെ കുടിക്കാറ്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ സ്റ്റൂവിന് വേണ്ടി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് എല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാൻ അത് വേവിക്കാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ വേവിക്കുന്നതിന് മുന്നേ നമുക്ക് 2-ാം പാലെടുക്കണം, 1-ാം പാലും എടുക്കണം. അപ്പോൾ ഒരു തേങ്ങ മൊത്തത്തിൽ തിരുവി, അത്രയൊന്നും വേണ്ട. അന്ന് ഞാനെടുത്ത തേങ്ങയ്ക്കകത്ത് പീര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം ഒരു തേങ്ങ എടുത്തു കേട്ടോ. അതിലൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് 1-ാം പാലും എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലും എടുത്തു കേട്ടോ. അങ്ങനെ 2-ാം പാലും എടുത്ത് അത് നമ്മുടെ ഈ വെജിറ്റബിൾസും ബീഫും കൂടെ കിടക്കുന്ന ആ ഒരു കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 വിസിൽ, നമ്മുടെ ക്യാരറ്റും വേവാനുള്ള വിസിൽ കേൾപ്പിച്ചു കേട്ടോ. 2-ാം പാലും ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ബീ നിലവറ ഒന്ന് കഴുകി വൃത്തിയാക്കി അത് സ്റ്റോക്ക് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബീഫ് സ്റ്റൂവിനുള്ളതെല്ലാ ഐറ്റംസും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1-ാം പാലൊഴിച്ച് താളിക്കണം. ഇതിപ്പം നിങ്ങൾ 3 പാലെടുത്ത് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ 2 പാലേ എടുക്കാറുള്ളൂ. 1-ാം പാല് 2-ാം പാല്. 2-ാം പാലൊഴിച്ചാണ് ഞാൻ വെജിറ്റബിൾസും ബീഫും കൂടി ഇട്ട് വേവിക്കുക. അപ്പോൾ താളിക്കാനായിട്ട് നെയ്യാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ 1-ാം പാലിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ ഇച്ചിരി കുറുകിയിരിക്കും. അപ്പോൾ ഞങ്ങൾ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം ഇച്ചിരി നീട്ടി ഒഴിക്കാനായിട്ടാണ് കാഷ്യൂനട്ടൊന്നും ചേർക്കാത്തത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉള്ളി മാത്രം മതി. ഉള്ളി നെയ്ക്കകത്ത് വഴറ്റിയിട്ട് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഇതിന് എരിവിനായിട്ട് ഞാൻ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം അതും കൂടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഒരു 2-3 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പൊടിച്ചല്ല ചേർത്തത്, ക്രഷ് ചെയ്താണ് ചേർത്തത്. കാരണം പൊടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി പാൽ എടുത്തല്ലോ. അപ്പോൾ അതിനി ഉണങ്ങിയാലേ നമുക്ക് പൊടിക്കാൻ പറ്റത്തുള്ളൂ. ആകെപ്പാടെ ഒരു മിക്സിയേ ഉള്ളൂ, അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും അങ്ങനെയാണ്. ചെറിയ മിക്സി എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബ്രെഡൊക്കെ നമ്മൾ ആവിയിൽ വെച്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. നല്ല ചൂട് ബ്രെഡും സ്റ്റൂവായിട്ട് കഴിക്കാൻ പോവാണ്. അങ്ങനെയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഞായറാഴ്ച. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഫുൾ സൺഡേ വ്ലോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നടന്നില്ല. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.